ഈ കാണുന്നതാണ് ഹാഗിയ സോഫിയ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ കാണുന്നതാണ് ബ്ലൂ മോസ്ക്. ഈ നടുക്കുള്ള ഗാർഡനിൽ നിന്നാലാട്ടോ അതിൻ്റെ നല്ല വ്യൂ കിട്ടുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. ഇവിടെ എൻ്റർ ചെയ്യാൻ നമ്മളിവിടുന്ന് വരാൻ ഇച്ചിരി താമസിച്ചു, കാരണം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വിശന്നു. അപ്പോൾ നമ്മളിവിടെ ടർക്കിഷ് മീൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കബാബൊക്കെയാണ്. അപ്പോൾ അത് കാരണം കയറി കഴിച്ചിട്ട് പെട്ടെന്ന് വരുവാണ്. ഇനി നമുക്ക് ഇവിടെ ഏകദേശം ഒരു 1.5-2 മണിക്കൂറാണ് സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടുള്ളൂ. അത് സ്പെൻഡ് ചെയ്തിട്ട് അടുത്ത ഫ്ലൈറ്റ് പിടിക്കണം. നമ്മളിവിടെ ഹോട്ടലിൽ നിന്ന് തന്നെ ടാക്സി ബുക്ക് ചെയ്യിപ്പിച്ചു. അപ്പം നമുക്കിനി തിരിച്ച് ഇവിടെ വരണം. ഇവിടെ വരുന്നവർക്ക് ഇവിടെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇസ്താൻബുളിലെ വന്നെങ്കിൽ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ പാസ്സുണ്ട്, ടൗണിൽ ട്രാവൽ ചെയ്യാനുള്ള കാർഡ് എടുക്കുവാണ് നല്ലത്. അപ്പം ഈ ട്രാമുകളിൽ കൂടെ ഇവിടെ വരാം. ഇവിടെ ട്രാം സ്റ്റേഷനുണ്ട്, ഇവിടെ വന്നിറങ്ങിയാൽ ഭയങ്കര ഈസിയാണ്. അങ്ങനെ ഇതിൻ്റെ ഫ്രണ്ടിലെത്തി. പിന്നെ ട്രാമിലൊക്കെ കയറി വരുന്നവർ സൂക്ഷിക്കണം, ഭയങ്കര പോക്കറ്റ് അടിയൊക്കെയാണ്. ഇതെല്ലാം സൂക്ഷിച്ച് വെച്ചോളണം. ബാക്കിലെ പോക്കറ്റിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അടിച്ചുകൊണ്ട് പോകും. 6-ാം നൂറ്റാണ്ടിലുണ്ടാക്കിയ ബിൽഡിംഗ് ആട്ടോ ഇത്. ഇത് ആദ്യം ക്രിസ്ത്യൻ ദേവാലയമായിരുന്നു, പിന്നെ അത് മാറി മോസ്കായി, പിന്നെ അത് മാറി മ്യൂസിയമായി, പിന്നെയും ഇപ്പോൾ മോസ്കായി. ഓരോ രാഷ്ട്രീയത്തിനനുസരിച്ച് ഓരോ നേതാക്കന്മാരനുസരിച്ചൊക്കെ ഇത് മാറി വരും. ഇപ്പോൾ നാട്ടിലെല്ലാം ഏത് നാട്ടിലാണേലും വർഗീയത കൊണ്ടൊക്കെയാണല്ലോ രാഷ്ട്രീയക്കാർ പിടിച്ച് നിൽക്കുന്നത്. ഇവിടെയൊക്കെ ഇത് മറച്ചേക്കുവാണ്. ഇതൊക്കെ മാർബിളാണേ പറഞ്ഞത്. ഇവിടെ അടുത്ത് വന്നു കഴിയുമ്പോഴത് കാണുന്നത്. ഈ കാണുന്നതൊക്കെ പുറത്തോടെ മാർബിളാണ്. അതൊക്കെ ഇഷ്ടികയായിട്ടാണ് കാണിക്കുന്നത്, പഴയ ഇഷ്ടിക പോലെയുള്ള സാധനങ്ങൾ. പക്ഷെ ഇതൊക്കെ ഈ മാർബിളിൻ്റെ പോലത്തെ മെറ്റീരിയൽ കൊണ്ടുള്ള വൈറ്റ് കല്ലുകളാണ് ഇത് മൊത്തം. ഈ കല്ലൊക്കെ നല്ല പഴക്കമുണ്ട്. കല്ലുകളൊക്കെ കുറേയൊക്കെ പൊടിഞ്ഞു പോയിട്ടുണ്ട്. മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ പോലും പഴക്കം കാരണം. 6-ാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ ആലോചിച്ചാൽ മനസ്സിലാവും എത്ര വർഷമായിന്ന്. ഇതിൻ്റെ അകത്തെ വർക്കുകളൊക്കെ നല്ല രസമുണ്ട്. ഈ വർക്കുകളുണ്ടോ ഒക്കെ അറബിയിൽ എന്തോ എഴുതി വെച്ചിരിക്കുന്നത് അതിൻ്റെ അകത്തോടെയൊക്കെ. അതിൻ്റെ എൻട്രൻസിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ടിക്കറ്റ് സെൻറ്റർ. 25 യൂറോ ആട്ടോ ഒരാൾക്ക് തന്നെ എൻട്രിക്ക്. ഇവിടെ അങ്ങനത്തെ വലിയ മതിൽക്കെട്ടുകളുണ്ട്. അതും ഏകദേശം ചുണ്ണാമ്പ് കല്ല് വെച്ച് പോലത്തെ സാധനങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ്. നമ്മളിതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ നിർമ്മിതി. കണ്ടോ ഈ ബ്രിക്കുകളും ഇതൊക്കെ കണ്ടോ, ഒരു കൊത്തി ഉണ്ടാക്കിയ പോലെയുണ്ട്. ഒക്കെ അതിൻ്റെ പഴക്കമെല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് നമ്മളെടുത്തു. ഈ പിക്ചറിലുണ്ട് ശരിക്കുള്ള വ്യൂ. നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നാൽ അത്രയും വ്യൂ കിട്ടില്ല. ഇതിൻ്റെ ഉള്ളിലെത്തി. ഈ മകുടത്തിലുള്ള പിക്ചറുകളെല്ലാം കണ്ടോ. പിക്ചറുകളും ഇതിൻ്റെ അലങ്കാരങ്ങളും എല്ലാം ഭയങ്കര സൂപ്പറാണ്. ലൈറ്റുകളും ഇതിൻ്റെയൊക്കെ പഴക്കം കാണണം.
അത്ര മനോഹരമാണ്. ഇത് വെച്ചിരിക്കുന്നുണ്ടോ, ഇത് വെച്ച് പഴയ എന്താ പറയുക ക്രിസ്ത്യൻ വിശുദ്ധന്മാരുടെ പടമൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മറച്ചു വെച്ചേക്കുകയാണ്. ഇതെൻ്റെ ഡൂമാണ്. ഡൂം ഇത്രയും ഭംഗിയാണ്. ആ ഡൂമിൽ കാണുന്ന ആ താഴെയുള്ള ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാലാഖമാരുടെ ഷേപ്പിനുണ്ട്. ഇവിടെ നിന്ന് താഴത്തോട്ടുള്ള വ്യൂ ഒന്ന് നോക്കാം. ഇവിടെ നിന്ന് താഴെ ഇങ്ങനെയാണ്, താഴെ മൊത്തം നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഇവിടെ പ്രാർത്ഥനയാണ്, ബാങ്ക് വിളി കേൾക്കാം. എന്നാലൊക്കെ വലിയ മാർബിൾ പാളികളാണ് കാണുന്ന പോലെ. ചർച്ചിൻ്റെ ലുക്കാണ്. ഇവിടെ ഓട്ടോമൻ എംപയർമാരുടെ പീരീഡൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. ഇവിടെ ഈ കാണുന്നതൊക്കെ പഴയ സെയിൻറ്റിൻ്റെ പിക്ചറാണ്. കുറേയൊക്കെ പോയിട്ടുണ്ട്.
ആർച്ച് പോലെയുള്ള ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഞാൻ ആദ്യം കാണിച്ച പോലെ ഇതുണ്ടോ, മാലാഖമാരുടെ ഒരു രൂപമാണിത്. പിന്നെ മെയിനായിട്ടുള്ള സെയിൻറ്റിൻ്റെയൊക്കെ ഇതുപോലെ മറച്ചു വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ മാർബിളിൽ മാത്രം ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ താഴെ ഉണ്ടായിരുന്ന ആ എഴുത്തുകളൊക്കെ മായ്ച്ചു കളഞ്ഞു. അതൊക്കെ ഇസ്ലാമികതയ്ക്കെതിരായതുകൊണ്ട് അതെല്ലാം മായ്ച്ചു കളഞ്ഞു. ഒക്കെ ഒരു പൊളിറ്റിക്കൽ കളികളാണ് അതിൻ്റെ അകത്തുള്ളത് മൊത്തം. പിന്നെ ഈസാ നബി അതെല്ലാം ഖുറാനിലുള്ളതുകൊണ്ട് അത് അങ്ങനെയുള്ള പടങ്ങളെല്ലാം നിലനിർത്തിയേക്കുവാണ്. ഇവിടെ ഉണ്ടായിരുന്നുള്ള എഴുത്തൊക്കെ ഉണ്ടായിരുന്നെല്ലാം മായ്ച്ചു കളഞ്ഞു. താഴെയുള്ള ഇത് ഓരോ കാലഘട്ടത്തിൻ്റെയും ഈ പള്ളിയുടെ രൂപാന്തരീകരണത്തെ പറ്റി പറയുകയാണെങ്കിൽ, അതായത് 1360 AD തുടങ്ങിയ ഇത് ഒരു ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ചായിരുന്നു. അത് 1054 വരെയും അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു. അതിനുശേഷം 1054 തുടങ്ങി 1204 വരെ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചായിട്ട് മാറി. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് 1204 തുടങ്ങി 1261 വരെയും റോമൻ കാത്തലിക് ചർച്ചായിട്ട് മാറി. അതിനുശേഷം പിന്നെയും 1261 തുടങ്ങി 1453 വരെയും ഈസ്റ്റേൺ ഓർത്തഡോക്സ് ആയിട്ട് പിന്നെയും മാറി. പിന്നെ 1453 തുടങ്ങി 1934 വരെയും സുന്നി മുസ്ലിം മോസ്ക് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അത് മ്യൂസിയം ആയിട്ട് മാറി 1935 തുടങ്ങി 2020 വരെ. ഈ 2020 തുടങ്ങി പിന്നെയും ഇത് സുന്നി മോസ്ക് ആയിട്ട് മാറി. ഈ എർദോഗൻ്റെ കാലത്ത് പൊളിറ്റിക്കൽ ഇത് കാരണം അങ്ങനെ നിലവിൽ ഇപ്പോൾ സുന്നി മുസ്ലിം മോസ്ക് ആയിട്ടാണ് ഇത് കണ്ടിന്യൂ ചെയ്യുന്നത്. അതിൻ്റെ പ്രാർത്ഥനകളും എല്ലാം ആണ് നമ്മളിപ്പോൾ കേട്ടത്. ഇവിടെ ഇങ്ങനെ കുറേ നടക്കാനുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് മ്യൂസിയത്തിലോട്ടാണ് പോകുന്നത്. ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്. മ്യൂസിയം നമ്മൾ കയറി കാണുന്നുണ്ട്. ഇതാണ് ഹാഗിയ സോഫിയ മ്യൂസിയം ഈ കാണുന്നത്. അത് ഈ ബ്ലൂ മോസ്കിൻ്റെ സൈഡിലാണ്. ഇതാണ് ബ്ലൂ മോസ്ക് ഈ കാണുന്നത്. അവിടെയായിരുന്നു ഹാഗിയ സോഫിയ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് മ്യൂസിയം. ഹാഗിയ സോഫിയ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഹാഗിയ സോഫിയ ഹിസ്റ്ററി ആൻഡ് എക്സ്പീരിയൻസ് മ്യൂസിയം എന്നാണ് എൻ്റെ പേര്.